സിനിമ എന്ന മാധ്യമത്തെ വളരെ ഗൗരവമായി കണ്ട സംവിധായക പ്രതിഭകളിൽ ഒരാളാണ് കെ സേതുമാധവൻ. ആദരം സമർപ്പിക്കുന്നത് ശ്രീ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. പുത്രധർമ്മം എന്ന സിനിമയിലൂടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അനുഗ്രഹീത ഗായകനാണ് ശ്രീ പി ബി ശ്രീനിവാസ്. ശ്രീ ടി വാസുദേവൻ അവറുകളാണ് PBSനെ ആദരിക്കുന്നത്. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നു. വേദികയെ അലങ്കരിച്ച് മഹാന്മാർക്കും സഭയിൽ അമർന്നിരിക്കുന്ന റസിന്റെ മക്കൾക്കും എന്റെ ഹാർദിക കൃതജ്ഞത നമസ്കാരങ്ങൾ. ശ്രീനിവാസ വെങ്കടേശ തിരുപതീശ തിരുമലേശ. താങ്ക് യു. നാടകരംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരിയായ നിലമ്പൂർ ഐഷയുടെ ആദ്യ ചിത്രമാണ് കണ്ടം വെച്ചക്കോട്. ഗദ്ദാമ എന്ന സിനിമ പുറത്തു വന്നപ്പോഴാണ് നിലമ്പൂർ ഐഷയും ഗദ്ദാമയായിരുന്നു എന്ന കഥയും വെളിച്ചത്ത് വന്നത്. ഇവിടെ ഈ സ്വീകരണം നൽകുമ്പോൾ എന്നെയും ഓർമ്മിച്ചത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനു മുൻപ് ആദ്യം ഒരു പ്രാവശ്യം എനിക്ക് JCയുടെ ഒരു പുരസ്കാരം കിട്ടിയതായിരുന്നു. ഇബ്രാഹിം വേങ്ങര അദ്ദേഹം വലിയൊരു നാടക പ്രവർത്തകനാണ്. നമ്മൾ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. 1960 മുതൽ നാടകരംഗത്ത് പ്രവർത്തനം തുടങ്ങിയ പ്രശസ്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇബ്രാഹിം വേങ്ങര. 71 ശില്പ തിയേറ്റേഴ്സിന്റെ പ്രേംജിക്കൊപ്പം അഭിനയിച്ചു. 74 മുതൽ 1982 വരെ KT മുഹമ്മദിന്റെ കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിൽ പ്രവർത്തിച്ചു. MTയുടെ ഗോപുരനടയിൽ, തിക്കോടിയന്റെ മഹാഭാരതം, വാസു പ്രദീപിന്റെ വെങ്കോട, ജമാൽ കൊച്ചങ്ങാടിയുടെ ഇനിയും ഉണരാത്തവർ തുടങ്ങിയ നാടകങ്ങളിൽ വേഷമണിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഭൂതവനം നാടകം എഴുതിയതിന്റെ പേരിൽ വിചാരണ കൂടാതെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ബാല്യകാല സഖി മുതൽ വീരപുത്രൻ വരെയുള്ള സിനിമകളിലും ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിലും TV സീരിയലുകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നാടകരംഗത്തെയും സിനിമാ രംഗത്തെയും പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തെ JC ഫൗണ്ടേഷൻ ആദരിക്കുന്നു. സേതുമാധവൻ സാർ പുരസ്കാരം കൈമാറുന്നു. T മുഹമ്മദ് യൂസഫ്. യഥാർത്ഥ പേര് ജെറോം എന്നാണ്. A രാമചന്ദ്രൻ സാറാണ് പുരസ്കാരം കൈമാറുന്നത്. ഞങ്ങളുടെ ഡാഡി മരിച്ചിട്ട് 47 വർഷം പിന്നിട്ടു. പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ 50-ാം വർഷ ചടങ്ങിൽ മൺമറഞ്ഞു പോയ എൻ്റെ ഡാഡി, അതുപോലെ ഇതിൽ പ്രവർത്തിച്ച മറ്റു കലാകാരന്മാരെ ഓർമ്മിച്ചതിന് ഈ സംഘാടകർക്ക് ഞങ്ങളുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രശസ്ത നാടക കുലപതിയായ KT മുഹമ്മദ്. നാടകരംഗത്തും സിനിമാ രംഗത്തും പുതിയ പുതിയ ശൈലികൾ കാലാകാലങ്ങളിൽ അവതരിപ്പിക്കുവാൻ KT എന്ന കലാകാരന് സാധിച്ചിട്ടുണ്ട്. ശ്രീമതി സീനത്ത് പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഈ പുരസ്കാരം കൈമാറുന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. പ്രിയപ്പെട്ടവരെ,
സത്യത്തിൽ ഈ ഷീൽഡ് മേടിക്കേണ്ടത് ഞാനായിരുന്നില്ല, എന്റെ മകൻ ജിതിനായിരുന്നു. KT മുഹമ്മദിന്റെ ഭാര്യ എന്നാണ് ഇവരെല്ലാരും പറയുന്നത്, ഭാര്യ ആയിരുന്ന എന്നാണ് പറയേണ്ടത്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള തിക്കുറിശ്ശി സുകുമാരൻ നായർക്ക് സംസ്ഥാന പുരസ്കാരവും അതുപോലെ പത്മശ്രീ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. 1997 മാർച്ച് 11 അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ടമെച്ചക്കോട്ടില് മുഖ്യ കഥാപാത്രമായ അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. JC ഫൗണ്ടേഷന്റെ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ മഹേഷ് ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട്. ഈ പുരസ്കാരം കൈമാറുന്നത് ശ്രീ തങ്കം തിരുവട്ടാറാണ്. കണ്ടമെച്ചകോട്ട് എന്ന നാടകം രംഗത്തെത്തി. അതിലെ നായിക വേഷം ചെയ്ത കലാകാരിയാണ് P. വിജയലക്ഷ്മി. നാടക ലോകത്ത് ചെയ്തു പോന്നിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കി JC ഫൗണ്ടേഷൻ ആദരിക്കുന്നു. അവർക്കുള്ള പുരസ്കാരം കൈമാറുന്നത് ശ്രീ TP ശാസ്തമംഗലം. കണ്ടംബച്ചക്കോട്ട് എന്ന ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ നാട്ടിൽ ഫൗണ്ടേഷനുകൾക്ക് യാതൊരു ദൗർലഭ്യവുമില്ല. ഞാൻ അതിന്റെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഏത് വ്യക്തിയുടെ പേരിലാണോ അറിയപ്പെടുന്നത് ആ വ്യക്തിയെ വാനോളം പുകഴ്ത്താൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നിലനിർത്താൻ മാത്രം മറ്റ് ഫൗണ്ടേഷനുകൾ യത്നിക്കുമ്പോൾ എന്റെ അടുത്ത സുഹൃത്തായിരുന്ന JCയുടെ പേരിലുള്ള ഈ ഫൗണ്ടേഷൻ മലയാള സിനിമയുടെ വളർച്ചയിൽ നാഴികക്കല്ലുകളായി മാറിയ ചിത്രങ്ങളെയും അത് സംഭാവന ചെയ്ത കലാകാരന്മാരെയും ആദരിക്കാൻ ത്രിസന്ധിയെ സാക്ഷി നിർത്തി മുന്നോട്ട് വന്നു എന്നത് ആദ്യം തന്നെ ചാരിതാർത്ഥ്യമുളവാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും JCയുടെ ആത്മാവ് ഇതിൽ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊള്ളാം. ഒട്ടനവധി സ്വഭാവ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ചിത്രഭാനു എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ഒരു കലാപ്രവർത്തകനും നാടക നടനുമൊക്കെയാണ്. അദ്ദേഹത്തെ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. ശ്രീ ഇബ്രാഹിം വേങ്ങര പുരസ്കാരം കൈമാറുന്നു. സമാനതകളില്ലാത്ത ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ JC ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. കോട്ടയം ചെല്ലപ്പൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ശ്രീ കിഷോർ ചെല്ലപ്പൻ. JC ഫൗണ്ടേഷൻ ആ വലിയ കലാകാരനെ ഓർത്തുകൊണ്ട് തന്നെ കിഷോറിന് ഈ സ്നേഹസമ്മാനം സമ്മാനിക്കുന്നു. സമ്മാനം നൽകുന്നത് ശ്രീ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. 2011 ഡിസംബർ 26 എന്റെ അച്ഛൻ മരിച്ചിട്ട് 40 വർഷം തികയാണ്. 50 വർഷത്തിനു മുമ്പ് അഭിനയിച്ച ഈ സിനിമയിലൂടെ ഇങ്ങനൊരു പുരസ്കാരം JC ഫൗണ്ടേഷൻ അവരെ ഓർമ്മയിൽ വരുത്തി ഇങ്ങ് തന്നതിനും ഈ വേദിയിൽ ഇത് വാങ്ങാനുള്ള എല്ലാ ഇതും ഉണ്ടാക്കി തന്ന ശ്രീ JJ കുട്ടിക്കാരനും എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. SP പിള്ള, ചിരിയുടെ കുലപതിമാരിൽ ഒരാൾ. ഏറ്റുമാനൂരിൽ ജനിച്ചു വളർന്ന SP പിള്ള നല്ലൊരു ഓട്ടംതുള്ളൽ പ്രതിഭ കൂടിയായിരുന്നു. നാടകത്തിലൂടെ പ്രശസ്തനായ SP പിള്ളയുടെ ആദ്യ സിനിമ ജ്ഞാനാംബികയാണ്. നല്ല തങ്കയിലൂടെ ഹാസ്യരംഗങ്ങളിൽ അദ്ദേഹം പ്രസിദ്ധനായി. ഉദയായുടെ വടക്കം പാട്ടുകൾ സിനിമയിലൂടെ SP പിള്ള മറക്കാനാവാത്ത ഒരനുഭവമായി മലയാളികളെ സംബന്ധിച്ച്. 300-ലധികം സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാന ചിത്രം 1973 നിർമാല്യം ആയിരുന്നു. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കലാരത്നം പുരസ്കാരവും മയൂര അവാർഡും എല്ലാം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1985 ജൂൺ 12 SP പിള്ള നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന്റെ പുത്രൻ നാടക നടനും അതുപോലെ തന്നെ പ്രശസ്ത നടനുമാണ് അദ്ദേഹം. സതീശ്ചന്ദ്രൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ KS സേതുമാധവൻ അവറുകൾ ഈ പുരസ്കാരം കൈമാറുന്നു.
അന്തരിച്ചുപോയ കലാകാരി പങ്കജവലി. കണ്ടംവച്ചുകൂട്ടിലെ രാനമ്മയുടെ വേഷം അതീവ ലാളിത്യത്തോടുകൂടി കൈകാര്യം ചെയ്ത പങ്കജവലി 50-60 കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന കലാകാരിയായിരുന്നു. നാടകത്തിലും അതുപോലെ തന്നെ സിനിമയിലും. ജെസി ഫൗണ്ടേഷൻ അവരുടെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു, അതുപോലെ തന്നെ സ്മരിക്കുന്നു. പങ്കജവല്ലിക്കുള്ള മരണാനന്തര ആദരവും ഉപഹാരവും ഏറ്റുവാങ്ങുന്നതിനായി തബലിസ്റ്റ് മാസ്റ്ററാണ് അദ്ദേഹം. മാത്രമല്ല പങ്കജവല്ലിയുടെ മകനുമായ അശോക് കുമാർ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം കൈമാറുന്നത് ഇബ്രാഹിം വേങ്ങര. ഭക്തിസാന്ദ്രവും തത്വചിന്താപരമായ ഗാനങ്ങൾ കൊണ്ട് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് സാത്വിക പരിവേഷം നൽകിയ ഗായകനാണ് കമൂറ പുരുഷോത്തമൻ. കണ്ണമ്പച്ചക്കോട്ടിലെ ആദ്യ ഗാനമായ പുതുമാപ്പിള എന്ന് തുടങ്ങുന്ന ഗാനം പി ലീലയോടൊപ്പം പാടിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ജെസി ഫൗണ്ടേഷൻ ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ പുത്രനായ ശ്രീഹരിക്ക് കൈമാറുന്നു. ഈ പുരസ്കാരം കൈമാറുവാൻ ശ്രീ തങ്കം തിരുവട്ടാർ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊച്ചിക്കാരുടെ ഒരു അവകാശവും അഭിമാനവുമാണ് മെഹബൂബ് എന്ന ഗായകൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നമുക്കൊരു ചിത്രം പോലും സമ്മാനിക്കാതെ കടന്നുപോയ ഒരാളാണ്. ആ പാട്ടുകാരന്റെ സ്മരണയ്ക്ക് മുൻപിൽ ജെസി ഫൗണ്ടേഷൻ ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ ഇല്ലെങ്കിലും ആ നാട്ടിലെ അടുത്ത തലമുറയിൽ വളർന്നു വന്ന നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രദീപ് പള്ളുരുത്തി വന്നിട്ടുണ്ട്. പള്ളുരുത്തിക്ക് നമ്മുടെ മെഹബൂബിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഇത് നൽകുന്നത് ശ്രീ ജെ കുറ്റിക്കാട്. നന്ദി പ്രകാശനത്തിന് ശ്രീ മൂലനഗരം മോഹൻ അവരുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുശ്രേഷ്ഠരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കർമ്മം ഞാൻ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.